അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ ബഅദു. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, അധ്യായം 44 സൂറത്തു ദുഖാൻ. ഈ സൂറത്തിലെ 14 മുതൽ 22 വരെയുള്ള ആയത്തുകൾ ഇന്ന് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് അതിൻ്റെ പാരായണം എല്ലാവരും ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم تولوا عنه وقالوا معلم مجنون. إنا كاشف العذاب قليلا إنكم عائدون. يوم نبطش البطشة الكبرى إنا منتقمون. يوم نبطش البطشة الكبرى إنا منتقمون. ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم. ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم. أن أدوا إلي عباد الله. إني لكم رسول أمين. وأن لا تعلوا على الله. إني آتيكم بسلطان مبين. وإني عذت بربي وربكم أن ترجمون. وإني عذت بربي وربكم أن ترجمون. وإني عذت بربي وربكم أن ترجمون. وإن لم تؤمنوا لي فاعتزلون. وإن لم تؤمنوا لي فاعتزلون. فدعا ربه أن هؤلاء قوم مجرمون. മുമ്പ് നാം പഠിച്ച ആയത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് അവിടെ മുശ്രിക്കുകൾക്ക് മക്കയിൽ വലിയ തോതിലുള്ള ക്ഷാമം അനുഭവപ്പെട്ടു എന്ന കാര്യമൊക്കെ വിശദീകരിച്ചല്ലോ. അവർ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ക്ഷാമമൊക്കെ ഒന്ന് മാറ്റിത്തരാൻ, മഴ പെയ്യിപ്പിക്കാനെല്ലാം ആവശ്യപ്പെട്ടു എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു 12-ാമത്തെ ആയത്തിൽ റബ്ബന ക്ശിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. ഈ ശിക്ഷ ഞങ്ങളിൽ നിന്ന് പടച്ചറബ്ബേ നിങ്ങൾ മാറ്റിത്തരണമേ, ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. തുടർന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു, എങ്ങനെയാണ് അവർക്ക് ഇതൊക്കെ ഉത്ബോധനമൊക്കെ അവർക്ക് ഉപകാരപ്പെടുക. വഖദ് ജാഅഹും റസൂലും മുബീൻ. വളരെ വ്യക്തമായി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ അവരുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അവരത് വേണ്ട നിലക്ക് അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. പിന്നെ ഈ ഉത്ബോധനമൊക്കെ അവർക്ക് എങ്ങനെ ഫലപ്പെടാനാണ് എന്നാണ് 13-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിച്ചത്. ഇനി തുടർന്ന് 14-ാമത്തെ ആയത്തിൽ അതിൻ്റെ തന്നെ 13-ാം ആയത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ പറയുകയാണ്. ثم تولوا عنه وقالوا معلم مجنون. സുമ്മ പിന്നെ അഥവാ എന്നിട്ട്
തവല്ലൗ അവർ വിട്ടുപിരിഞ്ഞു പോയി, അൻഹു ആ പ്രവാചകനിൽ നിന്ന് വിട്ടുപോയി. വഖാലു അവർ പറഞ്ഞു, മുഅല്ലമുൻ പഠിപ്പിക്കപ്പെട്ടവൻ, മജ്നൂൻ ഭ്രാന്തനുമാണ് ഇയാള് എന്നൊക്കെ അവർ പറയുകയും ചെയ്തു. അപ്പോൾ അവര് കാര്യങ്ങളൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരുടെ വിഷമങ്ങൾ, അവർക്ക് അള്ളാഹു നൽകിയ ശിക്ഷ നീങ്ങിക്കിട്ടിയിട്ടും അവർ വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അംഗീകരിക്കാൻ അവർ തയ്യാറായില്ലല്ലോ. മാത്രമല്ല അവർ പറഞ്ഞ മറുപടി മുഅല്ലമുൻ പഠിപ്പിക്കപ്പെട്ടവനാണെന്നാ. ആരൊക്കെയോ പഠിപ്പിച്ച് വിട്ടതാണ് ഇവനെ, ആരൊക്കെയോ പഠിപ്പിച്ചു കൊടുക്കുക, എന്നിട്ടത് പകൽ വന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ പറയുക. അങ്ങനെ പഠിപ്പിച്ചു വിട്ട ഒരാളാണ് ഇദ്ദേഹം, ഈ റസൂല്. അല്ലെങ്കിൽ അദ്ദേഹം ഭ്രാന്തനുമാവും, മറ്റാരോ പഠിപ്പിച്ചു വിട്ട ഒരു ഭ്രാന്തൻ മാത്രമാകുന്നു ഈ പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന ഈ മുഹമ്മദ് എന്ന് അവർ പറയുകയും അവരങ്ങനെ പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിക്കും? അതാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത്. 15-ാമത്തെ ആയത്ത്, ഇന്നാ കാശിഫുൽ അദാബി ഖലീലൻ ഇന്നകും ആയിദൂൻ. ഇന്ന തീർച്ചയായും നാം, കാശിഫു ഒഴിവാക്കും, അൽ അദാബ ശിക്ഷയെ നാം ഒഴിവാക്കുന്നതാണ്, ഖലീലൻ അല്പമൊക്കെ ഒഴിവാക്കിത്തരാം, ഇന്നക്കും എന്നിട്ടും നിങ്ങൾ ആയിദൂൻ പഴയ അവിടത്തേക്ക് തന്നെ മടങ്ങിപ്പോകുമോ? ഇതാണ് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യം. നിങ്ങളുടെ ശിക്ഷ, നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഈ ഭൗതികമായ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഇളവ് നൽകാം, നിങ്ങൾക്കത് മാറ്റിത്തരാം, കുറേയൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കിത്തരാം ശിക്ഷ. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് കിട്ടിയാലും വീണ്ടും നിങ്ങൾ നിങ്ങളുടെ പഴയ അവസ്ഥയിൽ തന്നെ, ആ ശിർക്കൻ പ്രവർത്തനത്തിലേക്ക് തന്നെ നിങ്ങൾ വീണ്ടും തിരിച്ചു പോകുമോ എന്നാണ്. അതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. എത്ര തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തെ നമ്മൾ കണ്ടതല്ലേ. എത്ര ബോധ്യമായിരുന്നവർക്ക്, ഈ പ്രതിഷ്ഠകൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമായിരുന്നു. അവർ ചോദിക്കുകയും ചെയ്ത്, ഇവയ്ക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന് ഇബ്രാഹിമേ നിനക്കറിയില്ലേ എന്ന് വരെ അവർ ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അത് ശരിയോ, ഒന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തതിനല്ലേ നിങ്ങൾ ആരാധിക്കുന്നത്? കാര്യമൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടു. സുമ്മനുക്കി സ്വാല റൂസിയും പിന്നെയും അവർ മറഞ്ഞു ഒക്കെ ബോധ്യപ്പെട്ട ശേഷം വീണ്ടും കീഴ്മേൽ മറിയാണ്. അതെന്നും ശിർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥയാണ്. എത്ര തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലും, എന്തൊക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടാലും അവർ വീണ്ടും മലക്കം മറിഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. കാരണം പിശാച് സത്യത്തിലേക്ക് വരാൻ ഇബ്ലീസ് അവരെ സമ്മതിക്കൂല. സത്യത്തിലേക്ക് വരാൻ ഇബ്ലീസ് സമ്മതിക്കില്ല. അതുകൊണ്ട് അവർ വീണ്ടും പഴയതിലേക്ക് തന്നെ പോകും. അത് തന്നെ ഈ മക്കാ മുശ്രിക്കുകൾക്കും സംഭവിക്കുന്നു. അപ്പോൾ പടച്ച റബ്ബ് തുടർന്നുള്ള ആയത്തിൽ പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾ വീണ്ടും തിരിച്ചു പോയാൽ, സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് എല്ലാം വിശദമാക്കി തരുന്ന പ്രവാചകൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾക്കത് ബോധ്യപ്പെട്ട ശേഷം വീണ്ടും നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? 16-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു, യൗമ നബ്തിശുൽ ബത്ശതൽ കുബ്റാ ഇന്നാ മുൻതഖിമൂൻ. യൗമ ഒരു ദിവസം, നബ്തിശു നാം പിടിക്കുന്ന ദിവസം, ബതശ പിടിച്ചു, നബ്തിശു പറഞ്ഞ് നാം പിടിക്കുന്നു, ആ ദിവസം. അൽ ബത്ശത ഒരു പിടുത്തം, അൽ കുബ്ര വലിയൊരു പിടുത്തം പിടിക്കുന്ന ദിവസം. ആ വലിയൊരു പിടുത്തം നമ്മൾ പിടിക്കുന്ന ദിവസം എങ്ങനെ ഉണ്ടാവുമെന്ന് നാം, ഇന്ന തീർച്ചയായും നാം മുന്തഖിമൂൻ ശിക്ഷാ നടപടി എടുക്കുന്നവരാകുന്നു. ഈ ചെയ്ത കുറ്റങ്ങൾക്ക് ശിക്ഷാ നടപടി എടുക്കുന്നവരാകുന്നു. ഇപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് എന്താ? നിങ്ങൾക്ക് ശിക്ഷ കുറേ നീട്ടിത്തരാം, നാം ഒഴിവാക്കിത്തരാം, പക്ഷേ നിങ്ങൾ പിന്നെയും പഴയ അവസ്ഥയിലേക്ക് പോകരുത്. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു പിടുത്തം പിടിക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്, നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുണ്ട്. അന്നതൊരു വല്ലാത്തൊരു പിടുത്തം പിടിക്കും, നിങ്ങളെ പ്രതികാരം ചെയ്യും. നമ്മൾ മുന്തഖിമൂൻ, നമ്മൾ പ്രതികാരം ചെയ്യുന്ന, അഥവാ നമ്മൾ ശിക്ഷാ നടപടി എടുക്കും. നിങ്ങൾ ചെയ്തതിൻ്റെ തിന്മക്കുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഏതാണ് ഈ ദിവസം? ഈ ദിവസം ഏതാ? വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുഫസ്സിറുകൾക്കിടയിലുണ്ട്. അത് ബദറിൻ്റെ ദിനത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതാണ് എന്ന് ചില സ്വഹാബികളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് വലിയ ശിക്ഷ അനുഭവപ്പെട്ടു എന്നും ക്ഷാമം അനുഭവപ്പെട്ടു എന്നും, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയോട് അത് മാറി എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഒഴിവായി കിട്ടിയെന്ന്. പക്ഷെ വീണ്ടും അവർ തിരിച്ചു പോയപ്പോൾ അവർക്ക് അതിൻ്റെതായ ശിക്ഷ അള്ളാഹു നൽകി, ബദറിൽ വെച്ച് നൽകിയെന്ന.
അവരിലെ പ്രമുഖന്മാരായ പ്രമാണിമാരായ എല്ലാവരെയും ഏതാണ്ട് എല്ലാവരെയും അവിടെ ബദറിൽ വെച്ചിട്ട് നശിപ്പിക്കപ്പെട്ടു. ആ ശിക്ഷ ഇഹലോകത്തു തന്നെ വെച്ചിട്ട് അവർക്ക് നൽകി. അതുകൊണ്ട് അതാണ് ഇവിടെ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില സ്വഹാബത്ത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം മുഹദ്ദിസുകളും മുഫസ്സിറുകളും അതുപോലെ തന്നെ സ്വഹാബത്തും ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞത് അത് അന്ത്യദിനത്തെ സൂചിപ്പിച്ചാണെന്നാണ്. അന്നാണ് ഏറ്റവും വലിയ ശിക്ഷ, ഏറ്റവും വലിയ പിടുത്തം പിടിക്കുന്നത് അന്നാണെന്ന്. കാരണം അതിന് അള്ളാഹു ശിക്ഷാ നടപടി എടുക്കുമെന്നും അതൊരു വലിയ പിടുത്തമാണ് എന്നൊക്കെ പറയുമ്പം അത് ഏറ്റവും വലിയ ശിക്ഷ സൃഷ്ടിക്കൽ പരലോകത്ത് വെച്ചാണല്ലോ. അതുകൊണ്ട് അത് ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളിൽ അന്ന് തന്നെ ഉണ്ടാകുന്ന ശിക്ഷയെ സംബന്ധിച്ചാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. ഇനിയൊരു ശിക്ഷ ഇഹലോകത്ത് വെച്ച് കൊടുത്തു ബദറിൻ്റെ അന്ന്, പിന്നെ അവർക്കുള്ള പൂർണ്ണമായ ശിക്ഷ ഖിയാമത്ത് നാളിൽ വേറെയും കിട്ടുന്നു. രണ്ടുമാവാം. അതാ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളെ പിടിക്കുന്ന ദിവസം, വലിയൊരു പിടുത്തം പിടിക്കുന്ന സമയം, അന്ന് നമ്മളാണ് നിങ്ങളോട് ശിക്ഷാ നടപടിയെടുക്കും. ഇനി അവരെ ഓർമ്മപ്പെടുത്തുകയാണ് പഴയ സമൂഹത്തിന് സംഭവിച്ച ചില കാര്യങ്ങൾ. ഫിർഔനിൻ്റെയും മൂസ അലൈഹിസ്സലാമിൻ്റെയും ഒക്കെ സംഭവങ്ങൾ വിശദീകരിക്കാൻ തുടർന്നുള്ള ആയത്തിൽ 17-ാമത്തെ ആയത്ത്, വലഖദ് ഫതന്നാ ഖബലഹും ഖൗമ ഫിർഔന വജാഅഹും റസൂലുൻ കരീം. വലഖദ് തീർച്ചയായും, ഫതന്ന നാം പരീക്ഷിച്ചു, ഖബില മുമ്പ്, ഹും അവർ, ഖബിലഹും അവരുടെ മുമ്പ്. അപ്പോൾ ഇവരുടെ മുമ്പ് നാം നശിപ്പിച്ചിട്ടുണ്ട്, അഥവാ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഖൗമ ജനതയെ, ഫിർഔനിൻ്റെ ജനതയെ നാം നശിപ്പിച്ചു. വജാഅ വരികയും ചെയ്തു, ഹും അവരുടെ അടുക്കൽ വരികയും ചെയ്തു. വജാഅഹും അവരുടെ അടുക്കൽ വരികയും ചെയ്തു. റസൂലുൻ ഒരു ദൂതൻ, കരീം ആദരണീയനായ അല്ലെങ്കിൽ മാന്യനായ ഒരു ദൂതൻ അവരുടെ അടുക്കൽ വരികയും ചെയ്തു. സ്പഷ്ടമാണ്. ഫിർഔൻ എന്നാ പറയേണ്ടത് കേട്ടോ, ഫിർ എന്ന് പറയരുത്. ഖൗമ ഫിർ എന്ന് പറയുന്നത് തെറ്റാ. ഫിർഔൻ അറബിയിൽ അങ്ങനെയാണ് വായിക്കേണ്ടത്. ഫി റാഗിനെ അല്പം മയപ്പെടുത്തി സംസാരിക്കണം. ഫിർഔൻ, ഖൗമ ഫിർഔനാന്ന് വായിക്കണം. വലഖദ് ഫതന്നാ ഖബലഹും ഖൗമ ഫിർഔന ഫിർഔന വജാഅഹും റസൂലുൻ കരീം. അപ്പോൾ ഫിർഔനിൻ്റെ ജനതയെ നമ്മൾ പരീക്ഷിച്ചു എന്നാ. അപ്പോൾ പരീക്ഷണം എപ്പോഴായിരുന്നു ശിക്ഷാ നടപടി കൊടുത്തത്? അപ്പോൾ രണ്ടാമതാണ് ഇവിടെ പറയുന്നത്, ആദരണീയനായ പ്രവാചകൻ അവരുടെ മുമ്പിൽ വന്നു. അപ്പോൾ ആദ്യം നടന്നത് അവർക്കുള്ള പരീക്ഷണം ശിക്ഷാ നടപടിയല്ല. ആദ്യം അവരുടെ അടുക്കൽ വരുന്നത് മൂസാ നബി അലൈഹിസ്സലാമാണ്. മൂസാ അലൈഹിസ്സലാം വന്ന് ഫിർഔനിൻ്റെ മുമ്പിൽ വന്ന്, കൊട്ടാരത്തിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ഫിർഔനോട് ആവശ്യപ്പെട്ടു, നീ അള്ളാഹുവിൽ വിശ്വസിക്കണം, നീ ആരാധ്യനല്ല, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥനിൽ വിശ്വസിക്കണം, അവരെ മാത്രം ആരാധിക്കണം എന്ന കാര്യം പറഞ്ഞു. അത് അംഗീകരിക്കാൻ അയാൾ തയ്യാറായില്ല, ഫിർഔൻ തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ അതിൻ്റെ നടപടി ഉണ്ടായി, സൃഷ്ടിച്ചു, ചെങ്കടലിൽ മുക്കിക്കൊന്നു, അത് സംഭവിച്ചു. അതാണ് ഫതന്ന ഖബലഹും, ഈ ജനതയ്ക്ക് മുമ്പ് നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഖൗമ ഫിർഔനിൻ്റെ ജനതയെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. പലതരം പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സൂറത്തിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ഭൗതികമായ പരീക്ഷണങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. രക്തം കൊണ്ടുള്ള പരീക്ഷണം, പേന് കൊണ്ടുള്ള പരീക്ഷണം, അതുപോലെ തവളകളെ കൊണ്ടുള്ള പരീക്ഷണം, ഇങ്ങനെ തുടങ്ങിയിട്ട് പലതരത്തിലുമുള്ള പ്രയാസങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാം വന്ന് അവരോട് പ്രബോധനം ചെയ്ത് ഫിർഔനിനോടും ഫിർഔനിൻ്റെ ജനതയോടും, അതായത് ബനു ഇസ്രായേലിയരോടും പ്രബോധനം ചെയ്ത് അവരത് അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചില ശിക്ഷാ നടപടികൾ അള്ളാഹു അവരിലേക്ക് എടുത്തു. അപ്പോൾ അവിടെ സൂചിപ്പിച്ചത് വലഖദ് ഫതന്നാ ഖബലഹും, ഈ ജനതയ്ക്ക് മുമ്പ്. ഇവരാരും ഞെളിയണ്ടെന്ന്, ആരും വലിയവന്മാരാവണ്ട. മുൻ സമൂഹത്തെപ്പറ്റി മനസ്സിലാക്കുക. അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത പ്രവാചകന്മാരെ ധിക്കരിച്ച് തള്ളിക്കളഞ്ഞ് കളവാക്കി കളഞ്ഞവർക്കുള്ള ഫലം ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിച്ചത് മുൻ സമൂഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊള്ളുക, പഠിച്ചുകൊള്ളുക, ഓർമ്മപ്പെടുത്തുകയാണ്. ഫിർഔനിൻ്റെ ജനതയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അപകടം, പ്രവാചകൻ വന്നിട്ട് അത് അംഗീകരിക്കാത്തപ്പോൾ. എന്നിട്ട് ആ വന്ന പ്രവാചകൻ മൂസാ അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? അടുത്ത ആയത്തിൽ പറയുന്നുണ്ട് അല്ലാഹു, അൻ അദ്ദൂ ഇലയ്യ ഇബാദല്ലാഹ് ഇന്നി ലക്കും റസൂലുൻ അമീൻ. അൻ അദ്ദൂ, നിങ്ങൾ വിട്ടുതരണം അല്ലെങ്കിൽ ഏൽപ്പിച്ചു തരണം, ഇലയ്യ എനിക്ക് അല്ലെങ്കിൽ എന്നിലേക്ക് നിങ്ങൾ വിട്ടുതരണം, ഇബാദ് അടിമകളെ, അള്ളാഹുവിൻ്റെ അടിമകളെ. അപ്പോൾ അൻ അദ്ദു ഇലയ്യ ഇബാദല്ലാഹ്,
അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ എനിക്ക് വിട്ടുതരണം എന്ന് പറയാൻ വേണ്ടി പിന്നെ മൂസാ നബി അലൈഹി സ്വലാം അവരുടെ അടുക്കൽ വന്നു എന്നാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, ആദ്യമായി പറയുന്നത് ഏകനായ റബ്ബിൽ വിശ്വസിക്കാനാണ്. തൗഹീദ് ആദ്യമായിട്ട് പറയുന്നത്. ഒപ്പം പറയാണ്, ഈ ബനു ഇസ്രായേലിയരെ നീ അടിമകളാക്കി വെക്കരുത്. ഫിറഔൻ ചെയ്തത് അങ്ങനെയായിരുന്നു, അടിമകളാക്കി വെച്ചതായിരുന്നു. അടിമകളാക്കി വെക്കരുത്, അവരെ വിട്ടുതരണം, അവരെ നീ എനിക്ക് ഏൽപ്പിച്ചു തരണം, അവരെ വിട്ടുതരണം. എന്നിട്ട് പറയാണ്, ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഇന്നി തീർച്ചയായും ഞാൻ, ലക്കും നിങ്ങൾക്ക്, റസൂലുൻ പ്രവാചകനാണ് അഥവാ ദൂതനാണ്, അമീൻ വിശ്വസ്തനായ ഒരു ദൂതനാകുന്നു ഞാൻ എന്നും മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. അടിമകളാക്കി വെച്ച ബനു ഇസ്രായേൽ സന്തതികളെ വിട്ടുതരാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷെ അതാണോ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യം? അല്ല. പിന്നെന്താ? innീലക്കും റസൂലുൻ അമീൻ, ഏറ്റവും വിശ്വസ്തരായൊരു പ്രവാചകനാണ് ഞാൻ, അതുകൊണ്ട് എന്നെ അംഗീകരിക്കുക, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുക. ഇതാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ അതോടൊപ്പം തന്നെ അതാത് കാലത്ത് നടക്കുന്ന തെറ്റായ പ്രവണതക്കെതിരിലും എല്ലാ പ്രവാചകന്മാരും വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ഒരടിമകളാക്കി വെച്ച് ഫിറഔന്, അതുകൊണ്ട് അതൊരു തെറ്റായ നടപടിയാണ്, മനുഷ്യത്വരഹിതമായ നടപടിയാണ്, അത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ പല പല പ്രവാചകന്മാരും. ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത അളത്തവും തൂക്കവത്തിലും കുറവ് വരുത്താൻ കൃത്രിമം കാണിക്കുന്നവരായിരുന്നു. പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഷുഐബ് നബി പറഞ്ഞു, നിങ്ങൾ അളത്തവും തൂക്കവും കുറവ് വരുത്തരുത്, കൃത്യമായിട്ട് പൂർത്തീകരിച്ചു കൊടുക്കണം. അതിൻ്റെ മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു, അത് പണിയാൻ ആവശ്യപ്പെട്ടു. ഒപ്പം നിങ്ങൾ ചെയ്യുന്ന കൃത്രിമം നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഓരോ കാലത്തും എന്ത് അധാർമികതയാണോ അതാത് സമൂഹത്തിലുള്ളത് അതിനെതിരിൽ അതാത് പ്രവാചകന്മാർ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാറ്റിൻ്റെയും മുമ്പായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എല്ലാ ജനതയോടും എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് അല്ലാഹ് പറയുകയാണ്, വഅല്ലാ തഅലൂ അലല്ലാഹ് ഇന്നി ആതീകും ബിസുൽത്താനിൻ മുബീൻ. വഅല്ലാ തഅലൂ, നിങ്ങൾ പൊങ്ങച്ചം കാണിക്കുകയും ചെയ്യരുത് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. വഅല്ലാ തഅലൂ, തഅലൂ പറഞ്ഞാൽ പൊങ്ങച്ചം കാണിക്കുക, ഉയരുക, വലിയവനാണെന്ന് നടിക്കുക, അത് നിങ്ങൾക്ക് ഉണ്ടാവരുത്. അലല്ലാഹി, അള്ളാഹുവിൻ്റെ പേരിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെതിരിൽ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾക്കെതിരിൽ ഞങ്ങളാണ് വലുത്, ഞാനാണ് വലുത് എന്നുള്ള ഒരു ധിക്കാര സ്വഭാവം നിങ്ങൾക്കുണ്ടാവരുത്. ഇന്നി, തീർച്ചയായും ഞാൻ, ആത്തീക്കും നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ആത്തി ഞാൻ വന്നു, ക്കും നിങ്ങളുടെ അടുക്കൽ. അപ്പോൾ ആത്തീക്കും ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്, ബി സുൽത്താനിൻ ഒരു തെളിവുമായി, മുബീൻ വ്യക്തമായ ഒരു തെളിവുമായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്ത് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വടി, നിലത്തിട്ടാൽ പാമ്പാകുന്ന വടി, കക്ഷത്ത് കൈവച്ച് പുറത്തേക്കെടുത്താൽ പ്രകാശിക്കുന്ന കൈവെള്ളയായി മാറുന്നു. ഇങ്ങനെ ഓരോന്നും മുഅ്ജിസത്ത് എന്ന നിലക്ക് പ്രവാചകനാണ് എന്നതിൻ്റെ തെളിവായിട്ട് അള്ളാഹു നൽകിയ മുഅ്ജിസത്ത് അത് പ്രകടിപ്പിച്ചു കൊടുത്തു അവരുടെ മുമ്പിൽ. ഞാൻ വ്യക്തമായ തെളിവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വേദഗ്രന്ഥത്തിലെ വചനങ്ങളും ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ എൻ്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് വെറുതെ വന്ന് എന്തെങ്കിലും പറയല്ല, വ്യക്തമായ തെളിവും ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പൊങ്ങച്ചം കളിക്കരുത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയരുത്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വലുതാക്കി പറയരുത്, അല്ലെങ്കിൽ പറഞ്ഞ് തെറ്റായ വിശ്വാസത്തിലേക്ക് പോകരുത്. അതുപോലെ തന്നെ ബനു ഇസ്രായേൽ ജനതയെ അടിമകളാക്കി വെക്കരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂസാ നബി അലൈഹിസ്സലാം ആ ജനതയോട് പ്രബോധനം ചെയ്തു, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. തുടർന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ് 20-ാമത്തെ ആയത്ത്, വഇന്നീ ഉസ്തു ബിറബ്ബി വറബ്ബികും അൻ തർജുമൂൻ. വഇന്നീ തീർച്ചയായും ഞാൻ, ഉസ്തു ഞാൻ അഭയം തേടുന്നു, അല്ലെങ്കിൽ ഞാൻ കാവലിനെ തേടുന്നു, ശരണം തേടുന്നു, ബി റബ്ബി എൻ്റെ റബ്ബിനോട്, എൻ്റെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു, വ റബ്ബിക്കും നിങ്ങളുടെയും രക്ഷിതാവായവനോട്. എന്തിൽ നിന്ന് കാവലിനെ തേടുന്നു? അൻ തുർജമൂൻ നിങ്ങൾ എന്നെ എറിഞ്ഞോടിക്കുക, എന്നെ കല്ലെറിയാതിരിക്കാൻ ഞാൻ നിങ്ങളോട് അഭയം തേടും, അത് അള്ളാഹുവിനോട് അഭയം തേടുന്നു. അപ്പോൾ എന്താ അവിടെ കല്ലെറിയുന്നത്? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതാണല്ലോ, ഞാൻ അള്ളാഹുവിൽ അഭയം തേടുകയാണ്. എന്തിന്? നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞാട്ടുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുകയാണ്. ആ അള്ളാഹു എൻ്റെ റബ്ബാണ്, നിങ്ങളുടെയും റബ്ബാണ്. ആ റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു. ഇവിടെ എന്താ കല്ലെടുത്തെറിയുക എന്നുള്ള ഉദ്ദേശിച്ചത്? സാധാരണഗതിയിലുള്ള കല്ലെടുത്തെറിയൽ തന്നെയാണോ? ഒരു പക്ഷേ അങ്ങനെയുമായിരിക്കാം. മുഫസ്സിറുകളൊക്കെ വിശദീകരിക്കുന്നത്
നാക്ക് കൊണ്ടുള്ള ഏറ് എന്നാണ്. പരിഹസിക്കൽ, കളവാക്കൽ, പിന്നെ ജനങ്ങളെ തിരിച്ചുവിടൽ, പ്രവാചകനെതിരിൽ ജനങ്ങളെ തിരിച്ചുവിടൽ, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ചീത്ത പറഞ്ഞ്, വഴക്ക് പറഞ്ഞ്, മോശക്കാരനാക്കി, പരിഹസിച്ച്, ജനങ്ങൾക്കിടയിൽ ഒന്നിനും പറ്റാത്തവനാക്കിയിട്ട് ചിത്രീകരിക്കുക, നാവ് കൊണ്ട് ചെയ്യുന്ന പണി, അതൊക്കെ ഒരു തരം കല്ലേറ് തന്നെയാണ്. ഒരേറ് തന്നെയാണ്. നാവ് കൊണ്ടെറിയാണ്, നാക്കേറാണ്, നാവ് കൊണ്ടുള്ള ഏറ്. അതൊരു കല്ലെടുത്ത് എറിയുന്നതിനേക്കാളും വലുതായിരിക്കും. അപമാനിച്ച്, അഭിമാനത്തിന് ക്ഷതം വരുത്തി, മോശക്കാരനായി ചിത്രീകരിച്ച്, രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട്, ഈ കൊട്ടാരത്തിൽ വളർന്നിട്ട് നാട് വിട്ടുപോയ ഒരുത്തം വന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് ഇവനൊക്കെയാണ് ഇപ്പോൾ ബില്യോനായത് എന്ന് തുടങ്ങിയിട്ട് ഏതൊക്കെ തരത്തിൽ പ്രവാചകനെ കൊച്ചാക്കി മോശമാക്കിയിട്ട് ചെറുതാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തു. അതാണ് ഇവിടെ എറിഞ്ഞു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാ. അതൊരു പക്ഷേ അതിൻ്റെ ഭാഗം തന്നെയാണല്ലോ. പിന്നെ മർദ്ദിക്കലും കല്ലെടുത്തെറിയലും ഒക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു പക്ഷേ അതും സംഭവിച്ചിട്ടുണ്ടാകാം. ഇന്നി ഉസ്തു ബി റബ്ബി, എൻ്റെ റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു, വറബ്ബിക്കും, നിങ്ങളുടെയും റബ്ബായവനോട്. അൻ തർജുമൂൻ, തർജുമൂനി എന്നാട്ടോ. തർജുമൂനി, നീ വഖഫിലായതുകൊണ്ട് നീ വായിക്കൂല, എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. അൻ തർജുമൂൻ, എന്നെ നിങ്ങൾ എറിഞ്ഞോടിക്കുന്നതിൽ നിന്ന്, അഥവാ കല്ലെടുത്തെറിയുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു. അടുത്തായത് മൂസാ നബി അലൈഹി സ്വലാം പറയുന്ന വാക്ക് അതെടുത്ത് ഉദ്ധരിക്കുന്നത് 21-ാം ആയത്ത്. വഇല്ലം തുഅ്മിനൂ ലീ ഫഅ്തസിലൂൻ. മൂസാ നബി വീണ്ടും അവരോട് പറയാ, വഇല്ലം, ഇനി ഇല്ലെങ്കിൽ, തുഅ്മിനൂ, നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ, ലീ, എന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ, ഫഅ്തസിലൂനി, എന്നെ നിങ്ങൾ വിട്ടേക്കുക, അഥവാ എന്നിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറുക. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതാ, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്നെ ശിക്ഷിക്കാതിരിക്കുക, എന്നെ ഒന്നും എനിക്ക് അപകടം വരുത്താതിരിക്കുക, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ, ഞാൻ ചെയ്യുന്ന ഉത്തരവാദിത്വം, ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യട്ടെ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് എന്നെ മർദ്ദിക്കുന്നത്, എന്തിനാണ് എന്നെ മോശമാക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. അതുതന്നെയാണല്ലോ ഇസ്ലാമിൻ്റെ ശൈലി, അതന്നെയാണ്. ഇഷ്ടമുള്ളവന് വിശ്വസിക്കുക, അല്ലാത്തവന് വിശ്വസിക്കാതിരിക്കുക. അപ്പോൾ അതന്നെ മൂസാ നബി അലൈഹി സ്വലാം പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, അല്ലെങ്കിലോ നിങ്ങൾക്കങ്ങനെ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ എന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട, എന്നെ നിങ്ങൾ വിട്ടേക്കൂ, ഞാൻ എൻ്റെ വഴിക്ക് എൻ്റെ പ്രബോധനവുമായിട്ട് ഞാൻ പോട്ടെ, എനിക്ക് വേണമെങ്കിലും വിശ്വസിച്ചാൽ മതി എന്ന് മൂസാ നബി അലൈഹി സ്വലാം പറയുകയാണ്. തുടർന്ന് 22-ാം ആയത്ത്, ഫദഅ റബ്ബഹു അന്ന ഹൗലാഇ ഖൗമും മുജ്രിമൂൻ. ഫദഅ, അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബഹു, തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അന്ന, തീർച്ചയായും, ഹൗലായി, ഇവർ, ഖൗമുൻ, ഒരു ജനതയാണ്, മുജ്രിമൂൻ, കുറ്റവാളികളായ ഒരു ജനതയാകുന്നു എന്ന് മൂസാ നബി അലൈഹിസ്സലാം അവരോട്, അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അള്ളാഹുവിനോട് സഹായം തേടുക. പടച്ചവനെ, ഇവർ വളരെ അക്രമികാരികളായ, കുറ്റവാളികളായ, ദുർനടപ്പിൻ്റെ ആൾക്കാരാണ് പടച്ചവനെ, തൗഹീദ് അംഗീകരിക്കാത്തവരാണ് ഇവർ. അതുകൊണ്ട് പടച്ചവനെ, നിൻ്റെ സഹായം എനിക്ക് നൽകണമേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോൾ പ്രവാചകന്മാർ ചെയ്യുന്ന ശൈലി. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം അത് പ്രാർത്ഥിക്കുന്നു. ഫദഅ റബ്ബഹു അന്ന ഹൗലാഇ ഖൗമുൻ മുജ്രിമൂൻ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ നാഥനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ, ഈ ജനത കുറ്റവാളിയായ ഒരു ജനതയാകുന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുണ്ടായ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഫിറഔനിൻ്റെ അന്ത്യം വിശദീകരിക്കുന്നുണ്ട്. ചെങ്കടലിൽ മുങ്ങി നശിച്ചത് വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തിൻ്റെ ചരിത്രങ്ങൾ, കഥകൾ, വിശുദ്ധ ഖുർആൻ പറയുന്നത് കഥ കേട്ട് ആസ്വദിക്കാൻ വേണ്ടിയല്ല, അത് മനസ്സിൽ പതിയാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി, നന്മ ചെയ്യുന്നവരായി ജീവിക്കുക. ഖുർആൻ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.